എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു. കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു. മിണ്ടാതെത്തിയ മറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവന മുട്ടവനെന്തേ വന്നു കട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ തലവടിയിലാണ്, ആലപ്പുഴ ജില്ലയിലെ തലവടി. ഇവിടേക്ക് വരാനായിട്ടൊരു കാര്യമുണ്ട്. ഒരു കൊച്ചു മിടുക്കനെ ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ടതൊരു പ്രത്യേക പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്. ആ പരിപാടിയിൽ സുന്ദരമായ ഒരു പാട്ട് പാടിയ ഒരു കൊച്ചു മിടുക്കൻ. അന്ന് നമ്മളോട് സംസാരിച്ചപ്പം തന്നെ എനിക്ക് വീണ്ടും അവനെ കാണണമെന്നൊരു തോന്നൽ തോന്നി. മറ്റൊന്നുമല്ല, അവൻ്റെ പാട്ട് നമ്മുടെ പേജിലൂടെ കാണിക്കണമെന്നുള്ള ആഗ്രഹം. ഇതാണ് നമ്മുടെ കൊച്ചു മിടുക്കൻ. നമസ്കാരം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പേരെന്ന് പറഞ്ഞേക്കണേ? ആ, നമ്മളെ നാട്ടിലൊക്കെ വീട്ടുകാരൊക്കെ വിളിക്കുന്ന എങ്ങനെ, ഏത് പേരില്ല? സച്ചു വിളിക്കും. സച്ചു എന്ന് വിളിക്കും. എനിക്ക് സച്ചു എന്ന് വിളിക്കാനാണ് താല്പര്യം. കുഴപ്പമില്ലല്ലോ, വിളിച്ചോട്ടോ സച്ചു എന്ന്. ഓക്കെ, ലെറ്റ് മീ കോൾ സച്ചു. സച്ചു പഠിക്കുന്ന സ്കൂളിലാണ്? GMUPS തലവടി. ഞാൻ സച്ചുവിനെ കാണുന്നത് ഒരു പ്രോഗ്രാമിൽ വെച്ചാണ്. സച്ചു വന്ന് മനോഹരമായ രീതിയിൽ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നു. ഒരു ഗവൺമെൻറ് സ്കൂളാണ്. ആ സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് സച്ചു പഠിക്കുന്നത്. പക്ഷേ അവൻ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതിലേറെ അവൻ വളരെ മനോഹരമായിട്ട് വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. ഏറ്റവും സന്തോഷകരമായ കാര്യം, അവൻ മിടുമിടുക്കനായിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. അവൻ്റെ പാട്ട് കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷം, ഒരു ആനന്ദം തോന്നി. അപ്പോഴേ തീരുമാനിച്ചു സച്ചുവിൻ്റെ വീട്ടിൽ വരികയും അവൻ്റെ പാട്ട് നമ്മൾ വീഡിയോയിൽ എടുക്കുകയും ചെയ്യുമെന്ന് തീരുമാനിച്ചിരുന്നു. അതിനുശേഷം നമ്പറൊക്കെ കൊടുത്തിരുന്നു. സച്ചുവിൻ്റെ വലിയച്ഛനാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അച്ചായനെ വിളിക്കുന്നത്. ഇതാണോ നമ്മുടെ വലിയച്ഛൻ? അച്ചായൻ. ഈ അച്ചായൻ എന്ന് പറയുന്നത് സച്ചുവിൻ്റെ അപ്പൻ്റെ അച്ഛൻ, അല്ലേ? ഞങ്ങൾ ആ പ്രോഗ്രാമിൽ ഈ അച്ഛനെയും കണ്ടിരുന്നു. നമസ്കാരം. നമ്മൾ അങ്ങോട്ട് കയറിയില്ല. പേരൊന്ന് പറഞ്ഞേക്കണം. ജനാർദ്ദനൻ. നമുക്ക് വീടിനുള്ളിലേക്ക് കയറാം. സച്ചുവിൻ്റെ വീടാണ്. ആ വീടിനുള്ളിലേക്ക് കയറുകയാണ്. ഓക്കെ, വാ. സച്ചുവിൻ്റെ വീടിനുള്ളിൽ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. മനോഹരമായ രീതിയിൽ സച്ചുവിൻ്റെ ഇത് സച്ചുവിൻ്റെ അനിയത്തിയാണോ? ആ, ശരി, അനിയത്തി. അവിടെ പേരെന്നാ? ഹർഷിത എന്നാണ് പേര്. കുഞ്ഞാറ്റെന്ന് വിളിക്കും. റിയൽ നെയിം കേട്ടോ. നമ്മളെ ഒരു കാര്യം സച്ചുവായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കാണ്, അവന് സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിക്കാറുണ്ട്. എന്താ ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് എന്നെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന ബുക്ക് വഴിയോടെയാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് തന്നെ പറഞ്ഞാൽ കുഴപ്പമില്ല. എങ്ങനെയൊക്കെയാണ് സ്കൂളിലൊക്കെ? എങ്ങനെ സ്കൂളിൽ പിന്നെ സംസാരിക്കാറുണ്ട്. ഓക്കെ. എന്നെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ സംസാരിച്ചതൊക്കെ ഇംഗ്ലീഷിലാണല്ലോ, അല്ലേ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സ്കൂളിന്റെ പേരൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞു. മൈ സ്കൂൾ നെയിം ഈസ് GMUPS തലവടി. ഓ, UPS. സച്ചു ഒരു പാട്ടുകാരനാണല്ലോ, അല്ലേ? ഒത്തിരി പാട്ടൊക്കെ അറിയാമോ? കുറച്ച് പാട്ടൊക്കെ അറിയാം, അല്ലേ? കുറച്ച് പാട്ടൊക്കെ അറിയാം. നമ്മൾ ഇന്നൊരു പാട്ടൊക്കെ നമുക്കൊന്ന് പാടണ്ടേ? നമുക്ക് സച്ചിൻ്റെ വീടിനകത്ത് നിന്ന് പാടണോ പുറത്തുനിന്ന് പാടണോ? സാറിൻ്റെ തീരുമാനം തന്നെ മതി. അതനുസരിച്ച് മോനെ ഇരിക്കാം. നമുക്ക് രണ്ടും കൂടി ഇരിക്കാം, കുഴപ്പമില്ല. എല്ലാവരും ഇരിക്കാം. സച്ചിൻ്റെ ഒരു ചെറിയ പാട്ട് നമുക്ക് അകത്ത് വെച്ച് നമുക്കൊന്ന് കേൾക്കാം. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു. കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ട് പന്തലിട്ടു. മിണ്ടാതെത്തിയ മറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവന മുട്ടവനെന്തേ വന്നു കട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവന മുട്ടവനെന്തേ വന്നു കട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു.
വണ്ണത്തിപ്പുള്ളിനും മണ്ണാരക്കണ്ണനും മണ്ണപ്പം ചുട്ടുകൊടുത്തില്ല ഞാൻ. മാനത്തോടെ മേഘത്തേറി മാലകമായെത്തും നേരം മാല കോർത്ത് മാറിലണിയിക്കാൻ മുല്ലപ്പൂക്കളില്ല. എൻ്റെ കയ്യിൽ മുത്തും പൊന്നുമില്ല. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവനമുട്ടവനെന്തേ വന്നു കെട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. വന്നെങ്കിലും വിളിക്കൊട്ടനും തുമ്പിക്കും പിന്നെയും കൂട്ടായി തേൻ വസന്തം. തന്നെങ്കിൽ ഓരോരോ ചുണ്ടിലും മായത്ത പുഞ്ചിരി ചാലിച്ചെടുത്ത ചന്തം. കൊക്കുരുമി മാമരത്തിൽ കൊയിനകൾ പാടിയെങ്കിൽ കാട്ടരുവി കെട്ടുകോലുസുകൾ പൊട്ടിച്ചിരിച്ചുവെങ്കിൽ സ്വപ്നങ്ങൾ മുട്ടിട്ടുണർന്നുവെങ്കിൽ. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പൊന്നാരിച്ചൊരു മുല്ല നട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവനമുട്ടവനെന്തേ വന്നു കെട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. എന്തു പറയണമെന്നറിയത്തില്ല. സൂപ്പറെന്ന് വെച്ചാൽ സൂപ്പർ, സുന്ദരമായ ഗാനമാണ്. കാരണം ഇത് കേട്ടുകൊണ്ട് രണ്ടാളുകൾ ഇരിപ്പുണ്ട് ഇവിടെ. ഒന്ന് സച്ചുവിൻ്റെ അനിയത്തി, ഒന്ന് അയലോക്കത്തെ കുട്ടിയാ. ഓക്കെ ഓക്കെ, കൊള്ളാം. അവരത് ഈ പാട്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പാട്ടൊക്കെ ഉണ്ട്, നല്ല പാട്ടാണോ? ചേട്ടാ ഇങ്ങനെ വീട്ടിലൊക്കെ പാട്ടൊക്കെ പാടുവോ? ആ, മോള് പാടുവോ? കിളിയൊക്കെ പാടത്തുള്ളോ? ആ ശരി, ഓക്കെ ഓക്കെ. ആ, ഈ ചേട്ടൻ പാടുന്ന പാട്ടൊക്കെ മോള് കേട്ടിട്ടുണ്ടോ? നല്ല പാട്ടാ അല്ലേ? ആ അത് ശരി, ഓക്കെ 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 ഓക്കെ. നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ സച്ചുവിൻ്റെ വല്യച്ഛനുണ്ട് അല്ലേ? നിങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ? ആ ശരി, ഇങ്ങോട്ടൊന്ന് വന്നേ, കുഴപ്പമില്ല, ഇങ്ങോട്ടൊന്ന് വന്ന് നമുക്ക് കാര്യങ്ങളൊന്ന്. അപ്പോൾ ഇവനിങ്ങനെ പാട്ടൊക്കെ പാടാനായിട്ടുള്ള ഒരു കഴിവുണ്ടെന്നൊക്കെ നേരത്തെ കൂടുതൽ കൊടുക്കുന്നത്. ആ, ഞാൻ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എൻ്റെ വല്യച്ഛനാണ്, സച്ചുവിൻ്റെ വല്യച്ഛനാണ്. എനിക്ക് തോന്നുന്നത് എത്ര പ്രാവശ്യം എന്നെ വിളിച്ചെന്ന് എനിക്കറിയത്തില്ല. നിരവധി പ്രാവശ്യം വിളിച്ചു. അപ്പം എന്താണെങ്കിലും സച്ചുവിൻ്റെ പാട്ട് കേട്ടപ്പം തന്നെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടായതുകൊണ്ട് ഇവിടേക്ക് വരുമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവരുടെ വിളിയെന്ന് പറയുന്നത് കൂടുതൽ സ്നേഹത്തോടു കൂടി ഇങ്ങോട്ട് വരാനായിട്ടുള്ള കാരണമായി. ഇതുപോലെയൊക്കെയുള്ള വല്യച്ഛന്മാരുടെ പ്രോത്സാഹനമാണ്. സച്ചുവിൻ്റെ അച്ഛൻ്റെ അച്ഛനാണ്. അച്ഛൻ ജോലി സംബന്ധമായി പോയിരിക്കുക അല്ലേ? അല്ല, ലോണിൻ്റെ ആവശ്യത്തിന് പോയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. വേദനിക്കുന്നൊരു ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്താണെങ്കിലും മനസ്സ് നീറുമ്പോഴും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ഗാനത്തിലൂടെ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒത്തിരി ആനന്ദകരമായ കാര്യമാണ്. സച്ചി മുടുമുടുക്കനാണ്. അവൻ്റെ രണ്ടുപേരും പാട്ടുകൂടെ നമുക്ക് കേൾക്കാം. വാ, അവിടെ നിന്ന് പാടാം. ഇത് പിടിച്ചു പാടി. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ മാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. തിരുവോണത്തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരുത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. ചിരിക്കുന്നൊരരിപ്പൂക്കളെ ചൊല്ലു, താരകൾ നിങ്ങളല്ലേ? ചിലമ്പുന്നൊരരിപ്രാക്കളെ തിങ്കൾ ചില്ലയിൽ നിങ്ങളില്ലേ? നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ആലപിച്ചത്.
നമുക്ക് നിരവധി പാട്ടുകൾ പാടാനുണ്ട്. പാട്ടുകളൊക്കെ ഒത്തിരി അറിയാം അല്ലേ? അതെ. പാട്ടുകളൊക്കെ ഒത്തിരി അറിയാം. പാട്ടുകളൊക്കെ നമുക്ക് കേട്ട പാട്ടുകൾ മനോഹരമാണ്. ഇനിയുള്ളൊരവസരത്തിൽ നമുക്ക് നല്ല മനോഹരമായ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. സച്ചുവിൻ്റെ ഗായകൻ എന്നുള്ള നിലയിൽ ലോകം മൊത്തം അറിയുന്ന ഒരു മുടുമുടുക്കനായിട്ട് സച്ചു മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. സച്ചുവിനെ കാണാനായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. നാടിൻ്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.